നമ്മളെല്ലാവരും ഡ്രൈവർമാരാണ്. റോഡിൽ ഇറങ്ങിയ നമ്മളെല്ലാവരും ഡ്രൈവർമാരാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരത്താണ് അർജുൻ ചേട്ടൻ്റെ ബോഡി കറക്റ്റായിട്ട് കിട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി എന്നും എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു സെക്കൻഡ് മതി. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് കേട്ടോ. നമ്മൾ ഭൂമിയിലേക്ക് വന്നത് പ്രയാസങ്ങൾ അനുഭവിക്കാനാണ്. സുഖത്തിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരാളെയും വില കുറച്ച് കാണരുത്. ഒരു വ്യക്തിയെയും ഒരാളെയും നിങ്ങൾ വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ അവിടെ ദൈവം പ്രത്യക്ഷപ്പെടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സുഹൃത്തുക്കളെ, ഇന്നലെ എൻ്റെ സഹോദരൻ്റെ, അതായത് നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ശിരൂരിൽ നമ്മുടെ വിട്ടുപിരിഞ്ഞ അർജുൻ ചേട്ടന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞ വിഷമമാണ്. കാരണം നമ്മളെല്ലാവരും മരിക്കേണ്ട ആളുകൾ തന്നെയാണ്. എന്നാലും നമ്മളെ ഇടയിൽ നിന്നൊരാൾ നമ്മൾ നഷ്ടപ്പെടുമ്പോൾ അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. അതിപ്പോൾ നമ്മുടെ കുടുംബത്തിലായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം, വേണ്ടാത്തവരായിരിക്കാം, വെറുക്കുന്നവരായിരിക്കാം, വെറുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. എന്നാലും അവരും ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ടെങ്കിലാണ് നമുക്ക് ആത്മാവിനെ, അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നന്മകൾ ചെയ്യാനും നല്ലത് കിട്ടാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. അതായത് ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താ അറിയോ, നമ്മൾ ഈ പ്രത്യേകിച്ച് ഡ്രൈവർമാർ, അതായത് ഈ ലോറിയിൽ ഒക്കെ പോകുന്ന ഡ്രൈവർമാരുണ്ടാവും. അവർ ചിലപ്പോൾ ദുഷ്ടന്മാരായിരിക്കാം കേട്ടോ, ചിലപ്പോൾ നല്ല മനുഷ്യന്മാർ. പക്ഷേ ഞാൻ 95% ലോറി ഡ്രൈവർമാർ നല്ല വ്യക്തികളാണ്, നല്ല മനുഷ്യത്വമുള്ള വ്യക്തികളാണ്, നല്ല ആൾക്കാരാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം നിങ്ങളുടെ അടുത്ത്. ഞാൻ പാലക്കാട് ഇപ്പോഴും നല്ല കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 18, 19, 20 വർഷം മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞാൻ 4 വർഷം കോയമ്പത്തൂർ നിന്നിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു. അവിടെ തന്നെ പേഴ്സ് എങ്ങനെ നഷ്ടപ്പെട്ടു. അവസാനം ഞാൻ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലല്ല, പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. കോയമ്പത്തൂരിൽ നിന്ന് കയറിയിട്ട് അവിടെ വന്ന് ഇറങ്ങിയിട്ട് കയ്യിൽ 5 പൈസ ഇല്ല. അവസാനം അവിടെ നമ്മുടെ മണ്ണാർക്കാടിക്ക് പോകുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഒലോക്കോട്, നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവും. അവിടുന്ന് ഒരു രക്ഷയില്ല, കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ല. ഞാൻ കുറച്ച് നമ്മുടെ റെയിൽവേ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഞാനൊന്ന് വണ്ടി ചവിട്ടി ഒന്ന് മാറി നിന്നിട്ട് ഒരു ലോറിക്ക് കൈ കാണിച്ചു. എന്തോ മറ്റേ റൺവേ സിനിമ കണ്ടിട്ടില്ലേ, അതിലെ മുരളി ദിലീപ് ലോറിക്ക് കൈയാട്ടുമ്പോൾ ആ ലോറി നിർത്തില്ലേ, അതേപോലെ ആ ലോറിക്കാരൻ നിർത്തി. ഞാൻ ചെന്നിട്ട് ചോദിച്ചു എവിടേക്കാണ് പോകുന്നതെന്ന്. അവർ ഇപ്പോൾ കോഴിക്കോടേക്ക് പോകും അത്രേ. ഞാൻ പറഞ്ഞു ഞാൻ മണ്ണാർക്കാട് വരണ്ട് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടുന്നാണ് വരുന്നത്, എന്താണ് സംഭവം ചോദിച്ചു. അപ്പോൾ ഞാൻ ഇന്നമാതിരി കാര്യങ്ങൾ പറഞ്ഞു. അവസാനം മണ്ണാർക്കാട് ടൗണിലാണ് എത്തിയത്. അതായത് ഇത് ഇവിടുന്ന് കുറച്ച് ബാക്കിൽ പോയ ടൗണാണ്. അവിടെ എത്തിയപ്പോൾ അയാൾ എനിക്ക് 50 രൂപ നേടി തന്നു. അത് അന്ന് 50 പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 രൂപയുടെ വില ഉണ്ടാവും കേട്ടോ. സത്യം പറയാം, എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ കരഞ്ഞു അയാളെ മുന്നിൽ. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ കറിയൊന്നും വേണ്ട, ഇതൊക്കെ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ്, ഇനി അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ അന്നത്തെ ആ ഓർമ്മ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ അർജുൻ ചേട്ടൻ പോയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അന്നേ വിചാരിച്ചതാണ്, അദ്ദേഹം വെള്ളത്തിനടിയിലൊക്കെ ലോറി പോയി പെട്ടുകഴിഞ്ഞാൽ ആ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടും, ഏതെങ്കിലും സൈഡ് ഗ്ലാസ് പൊട്ടും. കാരണം ടെമ്പറായിട്ട് പൊട്ടും. ഞാൻ ഇത് സംസാരിക്കാതെ മിണ്ടാതെ പോകണമെന്ന് കരുതിയതാണ് ശരിക്കും. അത് എന്നെ കൊണ്ട് കഴിയില്ല. എന്തെങ്കിലും 2 വാക്ക് അദ്ദേഹത്തിന് വേണ്ടി പറയണമെന്ന് ഞാൻ കരുതാണ്. ഇപ്പോൾ കൂടുതൽ ആഘോഷിക്കുന്നത് ശിരൂരിലെ അതേപോലെ അർജുൻ ചേട്ടൻ്റെ മരണത്തെക്കുറിച്ചിട്ട് ആഘോഷിക്കാറുണ്ട്.
ന്യൂസുകാർ ആഘോഷിക്കുന്നത്. നമുക്കത് വാർത്തകൾ അപ്പോൾ കിട്ടണം, പക്ഷേ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറേ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കേൾക്കാനായിട്ട് മലയാളികളുണ്ട്. അതിന് ആവശ്യമില്ലാത്ത കമൻ്റൊക്കെ അതിൽ കാണാറുണ്ട് ഞാൻ, ഈ 24 ന്യൂസിൻ്റെ അതേപോലെ കുറേ ന്യൂസ് ചാനലിൻ്റെ എന്നൊക്കെ കമൻറ്റ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യം എന്താ അറിയോ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ അവർക്ക് സുഖമാണോ അല്ലൊന്ന് ചിരിക്കുക, പുഞ്ചിരിക്കുക അവരുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ദൈവം സമ്മാനങ്ങളായിട്ട് കൊണ്ടുതരും. പ്രത്യേകിച്ച് ഡ്രൈവർമാരെ, അതായത് ലോറിയിൽ പോണവരെ. കാരണം അവരൊക്കെ മാസങ്ങളോളം ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് അവർ വീട്ടിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ റോഡിൽ കാണുമ്പോൾ അവരെ പുച്ഛത്തോടു കൂടി നോക്കരുത്. വേണമെങ്കിൽ അവർക്കൊരു പുഞ്ചിരി കൊടുക്കുക. അതായിരിക്കും നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് അവർക്ക്. നമ്മുടെ കേരളം പണ്ട് എങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാലോ. അപ്പോൾ നിങ്ങളെന്തായാലും ഒരാളെയും നിങ്ങൾ ഒഴിവാക്കരുത്. ഞാൻ ഇത് കേരളത്തിലെ എല്ലാ ഡ്രൈവർമാരോടും, എല്ലാ പൊതുജനങ്ങളോടും, എല്ലാ കുട്ടികളോടും, എല്ലാ മാതാപിതാക്കളോടും, ചേട്ടന്മാരോടും, ചേച്ചിമാരോടും, അനുജത്തിമാരോടും ഞാൻ പറയാണ്, നമ്മൾ ഒരാളെയും നമ്മൾ അനാദരവ് കാണിച്ചിട്ട് നമ്മൾ ജീവിക്കരുത് കേട്ടോ. കാരണം നമുക്കത് തിരിച്ചടി ദൈവം തരും. നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന സുഖത്തിന് വേണ്ടി മറ്റൊരാളെ ഒറ്റി കൊടുക്കരുത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ അത് ദൈവം തന്നെ അവസരം ഒരുക്കി തരും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.